എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ത്യൻ മാർക്കറ്റുകൾ ഒഴികെ മറ്റെല്ലാ മാർക്കറ്റുകളും കഴിഞ്ഞ ആഴ്ച ബെറ്റർ ആയിരുന്നു. അമേരിക്കൻ മാർക്കറ്റിൽ S&P 500, നാസ്ഡാക്ക് ഇൻഡെക്സുകൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച. ഒപ്പം ടെക്നോളജി സ്റ്റോക്കുകൾ പാലന്റിയർ, ബ്രോഡ്കോം, എൻവിഡിയ, മൈക്രോസോഫ്റ്റ് ഈ കമ്പനികൾ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആൽഫബറ്റും ബെറ്റർ ക്ലോസിംഗ് ആണ്, ആമസോണും ബെറ്റർ ക്ലോസിംഗ് ആണ്, മെറ്റയും ബെറ്റർ ക്ലോസിംഗും വീക്ക് ടു വീക്ക് ബെറ്റർ ക്ലോസിംഗ് ആണ്. അതേസമയം ടെസ്ല ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. കഴിഞ്ഞ ആഴ്ചയിൽ ടെസ്ലയുടെയും അതുപോലെ തന്നെ ആൽഫബറ്റിൻ്റെയും റിസൾട്ടുകൾ വന്നിരുന്നു. Q2 റിസൾട്ടുകൾ. ടെസ്ലയുടെ റിസൾട്ട് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതേസമയം ആൽഫബറ്റിൻ്റെ റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആൽഫബറ്റിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ കണ്ടിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ മിക്കവാറും ആൽഫബറ്റ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിലെ 2 കമ്പനികളാണ് ഈ കമ്പനികൾ. അതോടൊപ്പം തന്നെ ഈ ആഴ്ചയിൽ അമേരിക്കയിൽ മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിലെ 4 കമ്പനികളുടെ കൂടി Q2 റിസൾട്ട് വരുന്നുണ്ട്. ആമസോൺ, ആപ്പിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ് ഈ കമ്പനികളുടെ റിസൾട്ടാണ് ഈ ആഴ്ചയിൽ പുറത്തു വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ 80% കമ്പനികളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് Q2 റിസൾട്ടുകൾ കാഴ്ചവെച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. S&P 500 200 കമ്പനികളുടെ റിസൾട്ടുകൾ കൂടി ഈ ആഴ്ച അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മോർഗൻ സ്റ്റാൻലി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ പുറത്തിറക്കിയുള്ള റിസർച്ച് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രംപിൻ്റെ ടാക്സ് പോളിസിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് ഒക്കെ ലഭിക്കാൻ പോകുന്നത് അമേരിക്കയിലത്തെ ടെക്നോളജി കമ്പനികൾക്കും അതുപോലെ തന്നെ AI മുമ്പ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾക്കൊക്കെയാണെന്നുള്ള റിപ്പോർട്ടാണ് മോർഗൻ സ്റ്റാൻലി പുറത്തു വിട്ടിരിക്കുന്നത്. ഈ ന്യൂസും ടെക്നോളജി സെക്ടറിനെ സംബന്ധിച്ച് അമേരിക്കയിൽ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഒപ്പം $, മറ്റ് കറൻസികൾക്ക് എഗൻസ്റ്റ് ആയിട്ട് 6 മാസത്തിന് ശേഷം ജൂലൈയിൽ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഇതും അമേരിക്കനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഈ ആഴ്ചയിൽ അമേരിക്കയിൽ US ഫെഡിൻ്റെ പോളിസി മീറ്റിംഗ് ആണ്. 29-30 തീയതികളിലാണ്. ട്രംപിൻ്റെ പ്രഷറിന് വിധേയമായിട്ട് US ഫെഡ് റേറ്റ് കട്ട് അനൗൺസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് അമേരിക്കൻ മാർക്കറ്റിന് നൽകാൻ പോകുന്നത്. പക്ഷേ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റസ് കോ ആണ്. മറ്റ് മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകളാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ മുന്നേറിയിട്ടുള്ള മറ്റ് മാർക്കറ്റുകളിൽ ഒന്ന്. ജാപ്പനീസ് മാർക്കറ്റുകളിൽ ഏറ്റവും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള താരിഫ് ഡീലാണ്. 15% മാത്രമാണ് അമേരിക്ക ജാപ്പനീസ് ഇമ്പോർട്ടിന്മേൽ താരിഫ് ഏർപ്പെടുത്താൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ജപ്പാൻ എക്സ്പെക്റ്റ് ചെയ്തേക്കാളും ബെറ്റർ റേറ്റാണ്. അതുകൊണ്ട് തന്നെ ജപ്പാനിൽ ഓട്ടോമൊബൈൽ കമ്പനികൾ, എക്സ്പോർട്ടിംഗ് കമ്പനികൾ, പൊതുവെ ഓവറോൾ ജാപ്പനീസ് മാർക്കറ്റ് വലിയ രീതിയിൽ മുന്നേറിയിരിക്കുകയാണ്. ഒരവസരത്തിൽ റെക്കോർഡ് ഹൈ അടുത്ത് വരെ വന്നിരുന്നു. അതിനുശേഷം മൈനർ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ വെള്ളിയാഴ്ച വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വീക്ക് ടു വീക്ക് നല്ല ഗെയിനോടുകൂടിയാണ് ജാപ്പനീസ് മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ചൈനീസ് മാർക്കറ്റുകളും അതുപോലെ തന്നെ ഹോങ്കോങ്, കൊറിയൻ മാർക്കറ്റുകളും കഴിഞ്ഞ ആഴ്ചയിൽ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം നമ്മൾ കമോഡിറ്റി സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, ബ്രന്റ് ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ് ഈ കമോഡിറ്റികൾ താഴെയാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം കോപ്പർ, അലുമിനിയം, സിങ്ക്, അയേൺ ഓർ ഈ കമോഡിറ്റികൾ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ വൊളാറ്റിലിറ്റി കാണിച്ച ഒരു കമോഡിറ്റി ഗോൾഡായിരുന്നു. അതോടൊപ്പം തന്നെ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഗോൾഡ് പ്രൈസ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഒരു ബെയറിഷ് പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ജാപ്പനീസ് കാൻഡലിസ്റ്റിക് പ്രകാരം 3 റെഡ് ക്രോസ് പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ ആ കമോഡിറ്റി അല്ലെങ്കിൽ ആ സ്റ്റോക്ക് വീണ്ടും താഴെ പോകുന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് ഇത്തരത്തിലുള്ള 3 റെഡ് ക്രോസ് പാറ്റേൺ നൽകുന്നത്. അതായത് 3 റെഡ് ക്രോസ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരു കമോഡിറ്റി സ്റ്റോക്ക് ലോവർ ഓപ്പണിങ്, ലോവർ ക്ലോസിങ് ഒരു ദിവസം, അതുപോലെ തന്നെ വീണ്ടും ലോവർ ഓപ്പണിങ്, ലോവർ ക്ലോസിങ്, വീണ്ടും ലോവർ ഓപ്പണിങ്, ലോവർ ക്ലോസിങ്. നമ്മളൊരു ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റെയർ കേസിൻ്റെ ഒരു പാറ്റേൺ ആണ് ഈ പാറ്റേൺ. ഇത്തരത്തിലുള്ള പാറ്റേൺ ഇൻഡിക്കേറ്റ്
ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റിനെയാണ് ടെക്നിക്കൽ അനാലിസിസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അതേസമയം ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ പക്ഷേ ഈ ലെവലിൽ നിന്നൊക്കെ റീബൗണ്ട് വന്നേക്കാം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ടെമ്പററി ആയിട്ടെങ്കിലും ഗോൾഡ് പ്രൈസ് ഒരു പക്ഷേ താഴെ പോയേക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ ഫർദർ സെല്ലിംഗ് വരികയാണെങ്കിൽ ഗോൾഡ് ഒരു പക്ഷേ $3,300 പെർ ഔൺസ് ബ്രേക്ക് ചെയ്ത് $3,240, $3,150 പെർ ഔൺസിലേക്കൊക്കെ താഴാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള ഇൻഡിക്കേഷനാണ് ഈ ടെക്നിക്കൽ അനാലിസിസ് ഇൻഡിക്കേഷൻ വെച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ സിൽവറും കഴിഞ്ഞ ആഴ്ചയിൽ 14-year ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു, 52 വീക്ക് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഗോൾഡിൻ്റെ പാറ്റേൺ പിന്തുടരുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ലോസാണ് കമോഡിറ്റി സെഗ്മെൻറ്റിലുള്ളത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ Q1 റിസൾട്ടുകൾ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒക്ടോബർ 2024 ശേഷം ആദ്യമായിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് 4 ആഴ്ച നമ്മുടെ മാർക്കറ്റ് താഴെ ക്ലോസ് ചെയ്യുന്നത്. ഈ ആഴ്ച ഓപ്പൺ ചെയ്യുന്നതും ഒരുപക്ഷെ വീണ്ടും വീക്കായിട്ടായിരിക്കാനാണ് ചാൻസസ് കൂടുതൽ. കാരണം വെള്ളിയാഴ്ച ട്രേഡിങ്ങിന് ശേഷം പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകളൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു വീക്ക് സെൻറ്റിമെൻറ്റിനെ തന്നെയാണ്. പക്ഷേ ഏഷ്യൻ മാർക്കറ്റുകൾ നല്ല രീതിയിൽ മുന്നേറുക, അതുപോലെ തന്നെ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വലിയ രീതിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഒരു കൺസോൾട്ടേഷൻ മോഡ് നമ്മുടെ മാർക്കറ്റ് കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. അല്ലാത്ത പക്ഷം Q1 റിസൾട്ടുകൾ, ഇനി വരാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ വളരെ മോശമാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി ഒരു പക്ഷേ 24,700 ലെവലൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് 24,600, 24,400 ലെവലിലേക്കൊക്കെ താഴാനുള്ള സാധ്യതകളുണ്ട്. ഇതെല്ലാം ഇനി വരുന്ന Q1 റിസൾട്ടുകൾക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുള്ള റിസൾട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലോറസ് ലാബ്, പ്രീമിയർ എനർജീസ്, ഈ 2 കമ്പനികളാണ് സ്ലൈറ്റ്ലി എബവ് എക്സ്പെക്റ്റേഷൻസ് റിസൾട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒരു പക്ഷേ നാളെ ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച 5 മെയിൻ ബോർഡ് IPOs, 9 SME IPOs ഓപ്പൺ ആവുകയാണ്. മെയിൻ ബോർഡ് IPOs ഈ 5 IPOസിലും അപ്ലൈ ആവുന്ന IPOs ആണ്. എന്നിരുന്നാലും ഞാൻ 4 IPOs ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സ് ആൻഡ് റിയൽറ്റി ലിമിറ്റഡ് ആണ് ഒരു IPO, 150 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. NSTയിലാണ് മറ്റൊരു IPO, 800 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. അതുപോലെ തന്നെ MNB എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ആണ് മറ്റൊരു IPO, 385 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. ആദിത്യ ഇൻഫോടെക് ലിമിറ്റഡ് ആണ് മറ്റൊരു IPO, 675 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. ഈ 4 മെയിൻ ബോർഡ് IPOസിലും അപ്ലൈ ആവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള IPOs ആണ്. 9 SME IPOസും കൂടി ഈ ആഴ്ച ഓപ്പൺ ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓപ്പൺ ആയിട്ടുള്ള ശ്രീ റെഫ്രിജറേഷൻ ലിമിറ്റഡ്, പട്ടേൽ കെം സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡ്, ഈ 2 SME IPOs ആണ് ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നത്. റിസ്ക് എടുത്ത് ഇൻവെസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യുന്ന റിസ്ക് എടുത്ത് SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്ന 2 SME IPOs ആണ് ശ്രീ റെഫ്രിജറേഷൻ ലിമിറ്റഡും പട്ടേൽ കെം സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡും. ഇതൊക്കെയാണ് IPO ന്യൂസ് ഫ്ലോസ്. ഒപ്പം GNG ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്ത മെയിൻ ബോർഡ് IPO ആയിരുന്നു. 150.21 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉണ്ടായിരുന്ന ഗ്രൂപ്പ് അനിൽ അംബാനി ഗ്രൂപ്പാണ്. ആർകോം റിലേറ്റഡ് ഫ്രോഡ് കേസിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. ED CBI റെയ്ഡൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ പവറിലും അതുപോലെ തന്നെ റിലയൻസ് ഇൻഫ്രയിലും കണ്ടിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ലോവർ ഫ്ലോറിംഗ് ആണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, അനിൽ അംബാനി 2 കമ്പനികളും ഡയറക്ടറോ ചെയർമാനോ ആരുമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഈ കമ്പനികളെ ലീഡ് ചെയ്യുന്നത്. മറ്റ് കമ്പനികളുണ്ടാവുന്ന നെഗറ്റീവ് ന്യൂസ് ടെമ്പററി ആയിട്ട് ഇത്തരത്തിലുള്ള ഇമ്പാക്റ്റൊക്കെ ഈ കമ്പനികളിൽ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു പക്ഷേ കണ്ടിന്യൂ ചെയ്തേക്കാം. പക്ഷേ ലോങ് റണ്ണിൽ ലോവർ ലെവലിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധ്യതയുള്ള കമ്പനികളാണ് പവറും റിലയൻസ് ഇൻഫ്രയും. അപ്പം നമ്മൾ മറ്റ് ന്യൂസ് ലോസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന JMJ ഫിൻടെക്കിൻ്റെ റൈറ്റ്സ് ഇഷ്യൂ ഓപ്പൺ ആണ്. റൈറ്റ്സ് എൻറ്റൈറ്റിൽമെൻറ്റ് 3-3.5 രൂപയ്ക്കൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും. മാർക്കറ്റ് പ്രൈസ് 17 രൂപയുടെ അടുത്താണ് JMJ ഫിൻടെക്കിൻ്റെ. അപ്പോൾ ഈ റൈറ്റ് എൻറ്റൈറ്റിൽമെൻറ്റ് വാങ്ങുന്നത് തീർച്ചയായിട്ടും വളരെ പ്രോഫിറ്റബിൾ ആണ്. ലോങ് റണ്ണിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് വാങ്ങാവുന്നതാണ് ഈ റൈറ്റ്സ് എൻറ്റൈറ്റിൽമെൻറ്റ്.
ഓഗസ്റ്റ് 14 ലാസ്റ്റ് ഡേ വരുന്നത്. തങ്ങളുടെ നെറ്റ് ബാങ്കിങ്ങിൽ കൂടെ അസ്ബയിൽ കൂടെ ഈ റൈറ്റ്സ് ഇഷ്യൂവിൽ അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ JNG ഫിൻടെക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള, ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള, റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് JMJ ഫിൻടെക്സ് റൈറ്റ് എൻടൈറ്റിൽമെൻറ്റും വാങ്ങാവുന്നതാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിന് ഈ ആഴ്ചയിലത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. നമ്മൾ ഈ ആഴ്ച ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളൊരു സ്റ്റോക്ക് അഡാനി എനർജി സൊല്യൂഷൻസ് ആണ്. അഡാനി എനർജി സൊല്യൂഷൻസിൻ്റെ അണ്ടറിലുള്ള അഡാനി കൂളിംഗ് സൊല്യൂഷൻസ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻട്രലൈസ്ഡ് കൂളിംഗ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവാണ്. അതായത് വലിയൊരു കൂളിംഗ് പ്രോജക്റ്റ് അനൗൺസ് ചെയ്ത് അവിടെ സെൻട്രലൈസ്ഡ് കൂളിംഗ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്ത് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, അപ്പാർട്ട്മെൻറ്റുകൾക്ക്, അതോടൊപ്പം തന്നെ ചില്ലിങ് അല്ലെങ്കിൽ കൂളിംഗ് സൊല്യൂഷൻസ് ആവശ്യമുള്ള കമ്പനികൾക്കൊക്കെ കൂളിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാണ്. ഇങ്ങനെ വരുമ്പോൾ എയർ കണ്ടീഷണറുകളൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സെൻട്രലൈസ്ഡ് കൂളിംഗ് സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കൂളിംഗ് സൊല്യൂഷൻസ് ലഭിക്കുകയാണ്. ഇത് ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ്. അതോടൊപ്പം തന്നെ കൂളിംഗ് ആസ് എ സർവീസ് എന്നുള്ള ഒരു സെക്ടറിലേക്കും കൂടി അഡാനി എനർജി സൊല്യൂഷൻസ് കടന്നിരിക്കുകയാണ്. ഇങ്ങനെ വരുമ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഡിസ്റപ്ഷനാണ് AC മാനുഫാക്ചറിങ് കമ്പനികൾക്കൊക്കെ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ത്രെറ്റല്ല. ലോങ് റണ്ണിൽ ഈ കൂളിംഗ് സൊല്യൂഷൻസ് വലിയ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ, ക്രോസ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ AC മാനുഫാക്ചറേഴ്സിനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും അഡാനി ഗ്രൂപ്പ് ഇന്നോവേറ്റീവ് ആയിട്ട് ഐഡിയാസാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഇന്നോവേഷൻ തന്നെയാണ് അഡാനി എനർജി സൊല്യൂഷൻ്റെ അണ്ടറിൽ ഇപ്പോൾ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻ്റർ സ്റ്റേറ്റ് പവർ ട്രാൻസ്മിഷൻ പ്രോജക്റ്റുകൾ ഏറ്റവും കൂടുതലൊരു കമ്പനിയും കൂടിയാണ് അഡാനി എനർജി സൊല്യൂഷൻസ്. സ്മാർട്ട് മീറ്റർ ഇൻസ്റ്റലേഷനിൽ മുന്നിട്ട് നിൽക്കുന്നൊരു കമ്പനിയും കൂടിയാണ് അഡാനി എനർജി സൊല്യൂഷൻസ്. അപ്പോൾ മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ നല്ല രീതിയിൽ ഈ സ്റ്റോക്കൊക്കെ താഴെ വരികയാണെങ്കിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കാണ്. ഇത്തരത്തിലുള്ള കൂളിംഗ് സൊല്യൂഷൻ പ്രൊജക്റ്റുകളൊക്കെ ഫർദർ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അതും ഈ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് നൽകാൻ പോകുന്നത്. ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. അപ്പോൾ Q1 റിസൾട്ടുകൾ, അതുപോലെ തന്നെ താരിഫ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യയും UK തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച്, നമ്മുടെ എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ലിക്കർ കമ്പനികൾ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. ലിക്കർ കമ്പനികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് MNC കമ്പനിയായിട്ട് ഉയർന്നു വരുന്ന പിക്കാഡിലി അഗ്രോ ഇൻഡസ്ട്രീസ് ആണ് പ്രോമിനൻ്റ് ആയിട്ടൊരു സ്റ്റോക്ക്. അവർ വീണ്ടും പുതിയൊരു സിംഗിൾ മാൾട്ട് ബ്രാൻഡ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പൊതുവെ UK ഇന്ത്യ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് ലിക്കർ കമ്പനികൾക്ക് പോസിറ്റീവാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിക്കാഡിലി, റാഡിക്കോ കെയ്ത്താൻ ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് വീണ്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ലോങ് റണ്ണിൽ കിട്ടാൻ പോകുന്നത്. മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന മറ്റ് സ്റ്റോക്കുകൾ ഇൻഡോ സോളാർ, അതുപോലെ തന്നെ വീൽസ് ഇന്ത്യ, ബോംബെ ഡൈയിങ്, പിക്കാഡിലി അഗ്രോ, സായ് ലൈഫ് സയൻസസ്, സെനോറസ് ഫാർമ, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ലോങ് റണ്ണിലേക്ക് ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റ് താഴെ വരുമ്പോൾ കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകളാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. Q1 റിസൾട്ടുകൾ വീണ്ടും വളരെ മോശമാവുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ നിഫ്റ്റിയും സെൻസസൊക്കെ താഴെ പോയേക്കാം. മറിച്ച് ഇനി വരാൻ പോകുന്ന റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ ഒരു പക്ഷേ നിഫ്റ്റിയും സെൻസസും കൺസോളിഡേഷൻ മോഡിലേക്ക് മാറിയേക്കാം. അതിനുശേഷം നമുക്ക് ദീപാവലിക്ക് വീണ്ടും മാർക്കറ്റിലൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.